അബ്ദുറഹിമാൻ കുട്ടിയാവർകളെ ബഹുമാനപുരസ്സരം ഇളം തലമുറയുടെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപുരസ്സരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. രണ്ടാമതായി ആസിയ അമ്മായിയുടെ പേരമകൻ അബു എന്നവരെ ക്ഷണിക്കുന്നു. ആസിയ അമ്മായിയുടെ പേരമകൻ അബു ചിറക്കൽ എന്നവരെ എല്ലാ ആദരവോടും കൂടി ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. കാരണവന്മാരെ ആദരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം, നമ്മുടെ പല കാറ്റഗറികളിൽ കഴിവ് തെളിയിച്ച ചില ആളുകളെ കൂടുതൽ ആദരിക്കുന്നുണ്ട്. അവർ ഇതറിയില്ല സംഭവം, അതുകൊണ്ട് അവരെ ഇങ്ങനെ സ്റ്റേജിനടുത്തേക്ക് വരാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഒന്ന് തൂതിവെട്ട് തറവാട്ടിലെ മികച്ച കർഷകൻ, ഒരുപാട് അവാർഡൊക്കെ വാങ്ങി പുടവൊക്കെ വാങ്ങിയ മിസ്റ്റർ ജലീൽ കാക്കു, ഒരു കയ്യടുകളോ. പിന്നെ സർക്കാർ ലൈസൻസി ആധാര എഴുത്തിൽ ഒരു വീട്ടിലെ 4 പെൺകുട്ടികളുണ്ട്, നുസൈബ, നഫ്സിജ, നസീജ, നൗഷജ. അവരെ നമ്മൾ ആദരിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ നാളുകളിൽ മതപണ്ഡിതനായി ബിരുദമെടുത്ത അനസ് ഫൈസി കുട്ടമംഗലം ബക്കർ മുത്താപ്പാൻ്റെ പേരക്കുട്ടി, ഈ കഴിഞ്ഞ പരീക്ഷയിൽ മുഴുവൻ പരീക്ഷയിലും A+ മാർക്ക് ലഭിച്ച സിനാൻ, നമ്മുടെ വീരാമ്പാപ്പയുടെ പേരക്കുട്ടി. അതുപോലെ മാതൃഭൂമി പത്രത്തിലൊക്കെ മികച്ച കവറേജ് നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടാകും. ക്ഷീര കർഷകവുമായി ബന്ധപ്പെട്ട് വ്യവസായവുമായി ബന്ധപ്പെട്ട് ഒരു ആൽക്കാലിയുടെ എല്ലാ സ്വഭാവങ്ങളും അതിൻ്റെ വിശിഷ്ട ഗുണങ്ങളൊക്കെ അറിയുന്ന ബക്കർ മുത്താപ്പാൻ്റെ പേരക്കുട്ടി ഷിഹാസ് യൂസുഫ് അലി. അതുപോലെ പുതുവീട്ട് തറവാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥനായ അദ്രമാൻകുട്ടിയുടെ മോൻ ഷമീർ പുതിയ വീട്ടിൽ. പുതുവീട്ട് തറവാട്ടിലെ നമ്മുടെ നഫീസമ്മയുടെ പേരക്കുട്ടി ഡോക്ടർ അജ്മൽ. അവർ വേഗം ഈ സ്റ്റേജിലേക്ക് വരണം അറിയിക്കുന്നു. ആദരവ് തുടരുന്നു. നമ്മുടെ തറവാട്ടിലെ ആദ്യത്തെ മരുമകൾ വേറൊരു വീട്ടിൽ നിന്നും ഈ തറവാടിൻ്റെ മകളായി കടന്നു വന്ന ബീവാത്തു ഉമ്മയെന്ന എൻ്റെ വല്യത്തയെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. ഇത് കഴിഞ്ഞാൽ ആദ്യത്തെ മരുമകൻ ഈ തറവാടിൻ്റെ മകനായി കടന്നു വന്ന ഹുസൈൻ അളിയനെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. മുഹമ്മദ് എളാപ്പയുടെ മകൻ റഷീദ് അവർകളെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. മുഹമ്മദ് എളാപ്പയുടെ മകൾ ഫാത്തിമ എന്നവരെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. സെയ്ദ് മുഹമ്മദ് മൂത്താപ്പയുടെ ഭാര്യയും അശോമാമ്മയുടെ മകളുമായ ഉമ്മത്തി ഉമ്മയെ എല്ലാ ആദരവോടും കൂടി ക്ഷണിക്കുന്നു. ഉമ്മത്തി മൂത്തുമ്മ. കുഞ്ഞാളാപ്പിളയുടെ മക്കളായ ജമീല അമ്മായിയെയും ഇലയില അമ്മായിയെയും എല്ലാ ആദരവോടും കൂടി ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. എൻ്റെ കുഞ്ഞാപ്പയുടെ ഭാര്യ ഫാത്തിമ കുഞ്ഞുമ്മയെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. ആമിന അമ്മായി ചെളിങ്ങാട് ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. ആമിന അമ്മായിയെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. ഇബ്രാഹിം എളാപ്പയുടെ മകൻ
അബ്ദുള്ള എളാപ്പയെ എല്ലാ ആദരവോടും കൂടി ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. ഇബ്രാഹിം എളാപ്പളയുടെ മകൾ നബീസ അമ്മായിയെ എല്ലാ ആദരവോടും കൂടി ക്ഷണിക്കുന്നു. നബീസ അമ്മായി. തറവാടിൻ്റെ രണ്ടാമത്തെ തലമുറയുടെ ഏറ്റവും മൂത്ത ഉപ്പയുടെ രണ്ടാമത്തെ മകൻ സെയ്ദ് മുഹമ്മദ് കുട്ടി അവറുകളെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. വിളിച്ചു അബ്ദുറഹിമാൻ കുഞ്ഞാപ്പയുടെ ഭാര്യ ഫാത്തിമ അവർകളെ ക്ഷണിക്കുന്നു. ഫാത്തിമ അവർകളെ ബീരാൻ അളാപ്പയുടെ ഭാര്യ ജമീല കുഞ്ഞുമ്മയെ ക്ഷണിക്കുന്നു. മക്കായി അമ്മായിയുടെ മകൻ മൂസ അവർകളെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. മക്കായി അമ്മായിയുടെ മകൾ ബേവി അമ്മായിയെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. മാമു മുസ്ലിയാർ മകൻ ഷാഹുൽ അവർകളെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. ഇയാത്തു അമ്മായിയുടെ മകൻ സലീം അവർകളെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. തറവാടിൻ്റെ മകനും മരുമകനും എൻ്റെ അമ്മായിയുടെ ഭർത്താവുമായ ഹമീദ് എന്നവരെ ബഹുമാന പുരസ്സരം എല്ലാ ആദരവോടും കൂടി ക്ഷണിക്കുന്നു. അമീദാമ, അമീദ് കുഞ്ഞാപ്പ എല്ലാം കൂടിയാണ്. പി കെ ജലീൽ കാക്കു, തറവാട്ടിലെ മികച്ച കർഷകൻ. മോനെ ലോഗുടായിപ്പാ. നുസൈബ, നഫ്സിജ, നൗഷജ. ഷമീർ അബ്ദുറഹ്മാൻകുട്ടി, സ്വന്തം കഴിവ് ഉപയോഗിച്ച് സർക്കാർ ജോലി വാങ്ങിയ ഷമീർ നമുക്കൊക്കെ മാതൃകയാണ്. പഠനത്തിൻ്റെ വിഷയത്തിൽ, ജോലി വാങ്ങിയ വിഷയത്തിൽ ഷമീർ ക്ഷണിക്കുന്നു. സിനാൻ ഹോസി എന്തെന്നാടി. ഷിഹാസ് യൂസുഫ് അലി, അനസ് ഫൈസി, चलिए ഷമീർ, ഷിഹാസ് യൂസുഫ് അലി. ചലി മോനെ. നുസൈബ, നഫ്സിജ, നസീജ, നൗഷജ.
നഫ്സിജ. ഞങ്ങൾ 4 പേരും ആധാരെഴുത്ത് മേഖലയിലേക്ക് വന്നത് ഞങ്ങളുടെ മൂത്ത സഹോദരി ഐഷാബിത്തയുടെ ആണ്. അപ്പോൾ ഐഷാബിത്താനും കൂടെ ഈ സ്റ്റേജിലേക്ക് വിളിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത്ത വരണം. മാഷാ അല്ലാഹ്. ചെല്ലി ഒരു നിറഞ്ഞ കൈയോടെ. അള്ളാഹു നമ്മുടെ അദ്രമാ മുക്തവാക്ക് ഖബർ സന്തോഷമാക്കട്ടെ. ഈ ഒരു ആനന്ദത്തിൽ മൂത്താപ്പ കൂടി വേണ്ടതായിരുന്നു. അള്ളാഹു മൂത്താപ്പാൻ്റെ ബർസഖിയായ ലോകം അള്ളാഹു സന്തോഷമായി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഉമ്മത്തിമായി ചെളിങ്ങാട് നമ്മുടെ ഉമ്മത്തിയമ്മായി